ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണ് നോക്കിയാലോ? കാണിച്ചു തരാം. ഇത് പൊരിക്കാനുള്ള കൊഞ്ച്, ഇത് കറി വെക്കാനുള്ള കാരൽ മീൻ. നിങ്ങളെയൊക്കെ നാട്ടിൽ എന്ത് പറയുന്നുണ്ട്? ഇവിടെ കാരൽ എന്ന് പറയും. തേങ്ങ, പിന്നെ അതിൽ ചേർക്കാനുള്ള തക്കാളി, മാങ്ങ, മുരിങ്ങയ്ക്ക, പച്ചമുളക് എല്ലാം ഉണ്ട്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ അത് നമ്മളെ പുളിവെള്ളം കേട്ടോ. അപ്പം ആദ്യം നമുക്ക് കൊഞ്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് അരപ്പ് ചേർക്കാം. അതിന് ഒരു 5 വറ്റൽമുളക്, സ്പെഷ്യൽ കൊഞ്ച് പരിപ്പാണേ, ഒരു പിടി കൊച്ചുള്ളി, 2 കഷ്ണം തക്കാളി, ഒരു ശകലം പുളിവെള്ളം, സ്പൂൺ ചില്ലി, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ചിലരൊക്കെ കമന്റ് ഇടുന്നുണ്ട് ഉപ്പ് ഇടുന്നില്ല. ഞാൻ ഉപ്പിടുന്നത് നിങ്ങൾ കാണാത്തതാണ്. കുറച്ച് വെള്ളം, ശകലം മതിയേക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കടാ, അരപ്പ് നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനങ്ങോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ, കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊരിക്കാൻ സമയത്ത് കൊടുക്കാം. ഇന്നിവിടെ എൻ്റെ ചേട്ടൻ കറിവേപ്പില ഇല്ല. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്നിങ്ങനെ വീതി കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് കൊഞ്ച് പൊരിച്ച് വെക്കണം കേട്ടോ എല്ലാവരും. സൂപ്പറാണേ. ഇനി നമുക്കോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത മീൻകറി പിടിക്കാം. തോരൻ വെക്കാം. ഞാൻ വെക്കുന്ന സ്റ്റൈൽ അങ്ങനെയാണ്, നിങ്ങളതെനിക്കറിയില്ല. അതിനോട് കുറച്ച് കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി അരപ്പൊഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക, മാങ്ങ, ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പം നമ്മളത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കലക്കിയിട്ടുണ്ട്. ഈ കറിക്ക് ഒരു കുറവുണ്ട്, കറിവേപ്പില ഇല്ല, തീർന്നു. ഇനി ഇത് അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ മീനിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ അടുപ്പ് കത്തിയിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് നമുക്ക് കറി വെച്ച് കൊടുക്കാം. അപ്പം ഇനി ആ കറി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ചക്ക വയ്ക്കാം. കുക്കറിലോട്ട് ചക്ക ഇടാം. ഇനി ആവശ്യത്തിന് വെള്ളം, കുറച്ച് ഉപ്പ്. ഇനി നമ്മൾ കുക്കർ 2 ഫിസിലടി, അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫിസിലേക്കുമ്പോഴത്തേക്കും ചക്കയുടെ അരപ്പ് ശരിയാക്കാം. നമ്മളെ ചക്ക വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മൾ കറി തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ വലിയ ചൂടൊന്നുമില്ല കേട്ടോ, കറക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ മീൻ കറിയൊക്കെ ഒന്ന് തിളച്ച് വെന്ത് ചക്കയും കൊഞ്ച് പൊരിച്ചതുമായിട്ട് ചോറ് തിന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് വൈകുന്നേരത്തെ വീഡിയോയിൽ പറയാം. ഓക്കെ.